ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. വിശുദ്ധ ചാവറയച്ചൻ ജ്ഞാനയോഗിയും ധ്യാനയോഗിയും കർമ്മയോഗിയുമായ വിശുദ്ധ ചാവറയച്ചൻ CMI CMC സഭയുടെ സഭാസ്ഥാപകൻ. ഈ പുണ്യപിതാവ് ദിവ്യസക്രാരിക്ക് മുൻപിൽ നീണ്ട മണിക്കൂറുകൾ ധ്യാന നിർലീനമായി ചെലവഴിച്ചതിൻ്റെ ഫലമായി ഒരുപാട് ഉൾക്കാഴ്ചകൾ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ നവോത്ഥാന നായകനായി മാറ്റിയത് ദിവ്യസക്രാരിക്ക് മുൻപിൽ തപസ്സിരുന്നപ്പോഴാണ്. എല്ലാവരെയും കൂടപ്പിറപ്പുകളായി കണ്ട പുണ്യപിതാവ് മെയ് മാസ വണക്കം, കുരിശിൻ്റെ വഴി, പൊതു ആരാധനാ സമ്പ്രദായം, ഉപവിശാലകൾ തുടങ്ങി ഒരുപാട് കേരളത്തിനെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. കേരളത്തിൽ ആദ്യമായി പിടിയരിക്കഞ്ഞി, ഉച്ചക്കഞ്ഞി തുടങ്ങിയത് വിശുദ്ധ ചാവറയച്ചനാണ്, മറ്റാരുമല്ല. ഒരുപാട് മക്കളുടെ പാടത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളുടെ മക്കൾ പാടത്തെ വരമ്പിലിരുന്ന് മാതാപിതാക്കളുടെ കഞ്ഞി കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയും ഈ ദീനരോധനം അല്ലെങ്കിൽ ഈ കാഴ്ച കണ്ട് കണ്ണീരോടെ ചാവറയച്ചൻ എല്ലാ മക്കൾക്കും വേണ്ടി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം, മത്തായിയും ഫാറ്റിമയും ശങ്കരനുമെല്ലാം ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങിയത്, ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം തുടങ്ങിയത് ചാവറയച്ചനായിരുന്നു. കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുവാൻ ഉച്ചക്കഞ്ഞി തുടങ്ങി. ഈ ഉച്ചക്കഞ്ഞി തുടങ്ങിയത് ഓരോ സമ്പന്നനും ദരിദ്രൻ ആര് തന്നെയായാലും അവൻ ഭക്ഷണം വയ്ക്കുമ്പോൾ ഒരു പിടിയരി കുടത്തിൽ മാറ്റിവെക്കണമെന്ന് ചാവറയച്ചൻ നിഷ്കർഷിച്ചു. അതിനെ തുടർന്ന് പിരിച്ചു കിട്ടിയ പിടിയരി കൊണ്ട് ഉച്ചക്കഞ്ഞി എല്ലാ മക്കളും ഈ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി നാനാജാതി മതഭേദമന്യേ പള്ളിക്കൂടത്തിലേക്ക് യാത്രയായി. അങ്ങനെ അവരെ വിദ്യാഭ്യാസവും അവർക്ക് ചാവറയച്ചൻ കൊടുത്തു. അങ്ങനെ തുടങ്ങി വെച്ചതാണ് ഉച്ചക്കഞ്ഞി പിടിയരി സമ്പ്രദായം. വിശുദ്ധ ചാവറയച്ചൻ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ. ദിവ്യസക്രാരിക്ക് മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന കേരളം. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ മക്കളെയും കൂടപ്പിറപ്പുകളായി കണ്ട അങ്ങയുടെ സ്നേഹം, വിശാല ഹൃദയം, ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു, ഒപ്പം തന്നെ പരസ്നേഹിയുമായിരുന്നു. ധ്യാനത്തിലൂടെ കർത്താവിനോട് ചേർന്നിരുന്ന് കർമ്മത്തിലൂടെ മാനവരാശിക്ക് അർപ്പകനായ വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.